ആ പൈസ ഇല്ല ഉയ്യോ മറന്നു ആണല്ലോ നമുക്കിപ്പോ ഒന്നും പറയാനില്ല. നിന്റെ ബാംഗ്ലൂർ പഠിത്തം നിർത്തി അഷിൻ ചേട്ടൻ വരെ അറിഞ്ഞിട്ട് ഓരോന്ന് പറയുക. ബ്രേക്കപ്പ് ഇട്ടപ്പോഴേക്കും എല്ലാരും ഓരോന്ന് ടോക്ക് വരാൻ തുടങ്ങി. നീ നന്നായിട്ട് ബ്രേക്കപ്പ് ഇട്ടേ ഇട്ടത് ഏതാ സ്പീക്കർ ഇട്ട് ആരാ കേൾപ്പിക്കുന്നത്? എടാ ഗൂഗിളേ ഹലോ. എടാ ബാംഗ്ലൂര് മറ്റേ അതിരമ്പുഴ പേരെന്നായിരുന്നു? സംക്രാന്തി എവിടെ? ലക്ഷം വീട് കോളനി അല്ലേ? ആ ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ ഒന്നും കിട്ടിയില്ല. അവനങ്ങനെ അയച്ചു തരത്തില്ല. അവൻ കാര്യം പറഞ്ഞു തിരക്കിട്ട് കറക്റ്റ് വരാന്ന് പറഞ്ഞു. ആണോ? അയച്ചു തന്നില്ലല്ലേ? നാളെ പോയി ആണോ? അയാള് റൂമിൽ പോയത് ഉറപ്പല്ലേ? അതങ്ങനെയാ പറഞ്ഞ. അവിടെ അങ്ങനെ ഒരു വാർത്തയാണ് കിട്ടിയേക്കുന്നത്. മാത്രം അത് കറക്റ്റ് അന്വേഷിച്ചിട്ട് പറയാന്നാ പറഞ്ഞത്. ഫോട്ടോയുടെ കാര്യം കറക്റ്റ് അല്ലേ? ബാംഗ്ലൂരുണ്ട്. എടാ അമ്മാരെ അലണ്ടറൊക്കെ ഉണ്ടായിരുന്നൊക്കെയാ പറഞ്ഞത്. ഇവനെ എനിക്ക് ഒരു കറക്റ്റ് അറിയത്തില്ല. ഇവൻ കമ്പനി കൂടി വഴിക്ക് മൊത്തം കേട്ടോ. മനസ്സിലായോ? അനദർ പിടിച്ച് പറഞ്ഞ ഇപ്പൊ 4 ബാംഗ്ലൂര് തന്നെ. അവിടത്തെ സാറ് പാഞ്ചാലി അല്ല. നിന്നോട് ഞാനൊരു കേസ് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ ജോസ്മി ഒക്കെ അവളായിട്ട് കടിപ്പായിട്ട് ഇരിക്കുക. ആദ്യം മിണ്ടാട്ടൊന്നും ഇല്ല. അവൾമാരായിട്ടൊന്നും വലിയ ആടാ അവള് ചതിച്ചാടാ. എല്ലാരും ചതിച്ച്. എല്ലാരും കോളേജ് മൊത്തം അറിയാറ്. കോളേജ് മൊത്തം ഇവളില്ലേ മറ്റേ ഇത് ആമ്പിളാരെല്ലാം പറഞ്ഞിടന്ന മറ്റേ ഇവളായിട്ട് വലിയ ചിലവര് കമ്പനിക്ക് പോകത്തില്ല. ചിലവരായിട്ട് ചാടി നിൽക്കുന്നത്. വിഷ്ണുമോഹൻ്റെ അങ്ങാട്ടാ പോയത്. വിഷ്ണുമോഹനായിട്ട് ഭയങ്കര ഫ്രണ്ടടിയും കാര്യങ്ങളും. അത് അവിടത്തെ ഒരു അവന്റെ ഇച്ചുവേട്ടൻ ഇച്ചുവപ്പു ഇല്ലേ? ഇച്ചുവപ്പു ഞാൻ പറയാം നാളെ പറയാം. നീ അവിടത്തെ സാറുണ്ട്. സാറായിട്ട് പഠിപ്പിക്കണ സാറ്. പിന്നെ മറ്റേ പേരെന്നായിരുന്നു? റോബർട്ട്. മണിപ്പൂറുള്ള റോബർട്ട്. അവക്ക് കാമപുരാന്തായിരുന്നു. കോളുണ്ട്. പറയുന്നതെല്ലാം കേക്കുന്നുണ്ടാ. ഒന്നും മിണ്ടുന്നില്ലല്ലോ. പൂറിയല്ലേ? പട്ടിപ്പൂറി, വെടിച്ചിപ്പൂറി. എന്നെ അവസ്ഥയാ. ഇവരൊന്നും അധികം മിണ്ടാട്ടമൊന്നും ഇല്ലെന്നൊക്കെ ഇന്നാളെ കൊച്ചി വന്നപ്പോ എന്നോട് പറഞ്ഞായിരുന്നു. ഞങ്ങള് അങ്ങനെ കമ്പനി ഒന്നും ഇല്ല ചേട്ടാ, മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞു. വേറെ അഹങ്കാര വർത്താനൊക്കെ പറഞ്ഞു. എല്ലാ പിള്ളേരും അഭിനയമാണ്. അവളുടെ പേര് കൂടി ഇപ്പൊ പറഞ്ഞോളൂ. അവളുടെ പേര് സ്നേഹാമോള്. മറ്റേ അപ്പൂന്റെ അനിയത്തിയില്ലേ? സിംഗിന്റെ തൊട്ടിപ്പുറത്തെ RS ഉള്ള അപ്പു. അപ്പൂന്റെ അനിയത്തിയുടെ ഫോണേന്നായിരുന്നു ഇവിടെ കൊണച്ചോണ്ടിരുന്നത്. ഇത് വിഷ്ണുമോഹനൊക്കെ ആയിട്ട്. വിഷ്ണുമോഹൻ എടി അപ്പൂസ നിനക്കെന്നാടി ഒന്നും മിണ്ടായിരിക്കുന്നത്? നീ പറയുന്നില്ലേ? ഇന്ന് മറുപടി ഒന്നും പറയുന്നില്ലേ? എടി പറയടി. അല്ല ഒരു മിനിറ്റ്. എടാ ഞങ്ങള് ഇപ്പൊ ഗോകുലേ ഒരു കാര്യം ചെയ്യാം. ഇങ്ങനെ ഒരുത്തനെ ഊമ്പിക്കല്ലായിരുന്നു കേട്ടോ. തമാശ പറഞ്ഞല്ല. നിന്നെ ഒരു അനീതിയുടെ സ്ഥാനത്ത് കണ്ടിട്ടാണ് അന്ന് എല്ലാവരും കൂടെ നിർത്തിയത്. നിന്റെ ഇച്ചിരി ഇവൻ കാരണം നീ ഇച്ചിരി നിലവും വിലയും കയറിപ്പോയപ്പോ നിന്റെ അഹങ്കാര കാട്ട എല്ലാം കണ്ടപ്പോ ഞാൻ ഇവരോട് പറഞ്ഞതാ. പക്ഷെ ഇതുപോലെ പച്ചയ്ക്ക് ഊമ്പിക്കല്ലേ നീ ചെറുക്കനെ കേട്ടോ. കേക്കാൻ വേണ്ടി തന്നെ പറയാ. ഇപ്പൊ നിന്റെ ചേട്ടൻ അവളിനി ബാംഗ്ലൂർ പഠിത്തം. അവളിനി നേഴ്സിംഗ് ഒന്നും പഠിക്കുന്നില്ല. അവളുടെ പഠിത്തമൊക്കെ തീർന്ന്. എടാ തീർന്ന്. നാളെ ഞാൻ അവളുടെ അപ്പനെ കൊണ്ടുപോയി എല്ലാം കാണിക്കും. എന്റെ എല്ലാം കിടപ്പുണ്ട് ഇപ്പം. അതെല്ലാം കൊണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. മകളെ അല്ല വേണ്ട. എടാ ഇത് എന്നെ ഇങ്ങനെ ഊമ്പിച്ചിട്ട് അവൾ അങ്ങനെ സുഖമായിട്ട് അവിടെ കിടന്ന് കുണക്കണ്ട. എന്നെ ഇങ്ങനെ ഊമ്പിച്ചിട്ട് അവളുടെ അപ്പനെ കണ്ടിട്ട് എല്ലാവരുടെയും ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് ദ്രോഹം എന്നാടി പൂരി വരുത്തിയിട്ടുള്ളത് നിനക്ക്? ദ്രോഹം എന്നാ പൂർ അടി ചെയ്ത് പറയടി. നിന്റെ വാ തുറന്ന് പറ. നീ പറഞ്ഞുണ്ടാക്കിയായിരുന്നല്ലോ. അടി നിക്ക് പാടാ. നമുക്ക് കേറി ചെന്നിട്ട് വരാം. നീ വാ തുറക്കുന്നുണ്ട കേറി പറഞ്ഞോ.
ഒരു മയിലും പോവാനില്ല. എനിക്കൊരു മയിലും പോവാനില്ല, അത് നീ ഓർത്തു. ഇത് വെറുതെ ചുമ്മാ ഇതിനൊക്കെ എന്നത്തിന്റെ കാര്യായിരുന്നു ഇത്. എന്നെ കുറവാ ചെറുക്കാൻ വരുത്തിയത്. എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? നിനക്ക് വേണ്ടിയാട്ടോ മറ്റുള്ള നിനക്ക് വേണ്ടി നീ ഇത്ര നിനക്ക് വേണ്ടി പെറ്റാളോ എടുത്തൊന്ന് കരുതി കാണിച്ചെന്ന് പറഞ്ഞപ്പോ കുടുംബക്കാരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അവിടുന്ന് കയറി പോയി ചെറുക്കാൻ മര്യാദയ്ക്ക് അവിടെ രക്ഷപ്പെട്ടു പോകത്തില്ലായിരുന്നോ? ഇവള് കരഞ്ഞു കാണിച്ചോണ്ടല്ല, അത് അവളെ കുറ്റപ്പെടുത്തണ്ട. പോട്ടെ, അവള് കരഞ്ഞു കാണിച്ചോണ്ടൊന്നുമല്ല. കുറ്റപ്പെടുത്തോ കാര്യങ്ങളോ എന്നാണെങ്കിലും അത് ഞാൻ അറിഞ്ഞ കേസ് വെച്ച് നീ കരഞ്ഞ കാണിച്ചിട്ട് കയറി പോകാനുള്ള കേസ് അത് എന്റെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്നാണെങ്കിലും പകുതി നിന്റെ ഒരു കേസിനായിരിക്കും അവൻ കയറി വന്നത്. ഇവൻ മര്യാദയ്ക്ക് അവിടെ കിടന്ന് രക്ഷപ്പെട്ടു പോകത്തില്ലായിരുന്നോ? ഇതൊന്നും കാണണ്ട കേൾക്കണ്ടൊന്നും വരത്തില്ലായിരുന്നല്ലോ. നവംബർ 8 മാസമായിട്ട്. ഈ സംക്രാന്തി എടി നീ മിണ്ടാതെ. പിന്നെ അവൻ പറഞ്ഞല്ലോടി, അവൻ പറഞ്ഞ കാര്യം ഇതൊക്കെ ഡേറ്റ് വരെ അവൻ പറഞ്ഞു. സംക്രാന്തിയിലുള്ള ലക്ഷംവീട് കോളനി ഉള്ള ഒരുത്തൻ ബാംഗ്ലൂർ റൂം ഉണ്ടല്ലോ, അവനേതാ പേരെന്നാ? അവന്റെ പേര് ഞാൻ വേണമെങ്കിൽ നാളെ എനിക്കറിയത്തില്ല അവരൊന്നും. എനിക്കറിയത്തില്ല. നിങ്ങൾ എനിക്ക് പറയുന്ന റൂം എടുത്തതൊന്നും ഞങ്ങൾ അതിനെ ഹോസ്റ്റലിൽ അങ്ങനെ വെറുതെ വിടുവോ? അപ്പൊ കറങ്ങാൻ പോണ മാളിലൊക്കെ കറങ്ങാൻ പോയതോ? മാളി കറങ്ങാൻ പോയില്ലേ? എടി ഒരു കാര്യം ചോദിച്ചോ, ഒറ്റ ഒരു പൂറി. എടി പൂറി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ ഫോണില്ലേ കംപ്ലൈന്റ് ആയിപ്പോയി, ഓൺ ആകത്തില്ലെന്ന് പറഞ്ഞ് നീ എങ്ങോട്ട് പോയതാ? എടി അത് പറയടി, ഫോൺ ശരിയാക്കാനാണ് ഇവിടെ പോയി? അയ്യോടാ പാവം കളിക്കാറി പൂറി. നീ ഏത് റൂമിലായിരുന്നു പോയതെന്ന്? അനാവശ്യം. നിനക്ക് എല്ലാം അങ്ങോട്ട് എടുത്ത് കാണിച്ചാൽ മതിയോ? നാളെ ഞാൻ അങ്ങോട്ട് വരുന്നത് നിന്റെ അപ്പനെ എടുത്ത് കാണിക്കാൻ. നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. നിന്റെ ഫോട്ടോ മറ്റേ കുമരകത്ത് ഏതാണ്ടൊക്കെ കിടന്ന് ലീക്കായെന്ന് പറഞ്ഞപ്പത്തിന് നിനക്ക് ഇച്ചിരി നെറിയുള്ളവരായിരുന്നെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ജയിപ്പിക്കും. ആ പയ്യന്മാരെ മൊത്തം വാരി വലിച്ചിട്ട് ഇടിക്കേണ്ടവരെ കേസ് ഉണ്ടാക്കിയില്ലേ? നീ നെറിയുള്ളവർ പൂരിയായിരുന്നു, നീ ഞങ്ങളെ കൊണ്ട് അത് ജയിപ്പിക്കുമായിരുന്നോ? അതുള്ള കാര്യമായിരിക്കും. വല്ല ലോഡ്ജിനും പിടിച്ചു കാണുകളെ. ഒന്നും അറിയാത്ത പയ്യന്മാരെ 3 സ്ഥലത്ത് കൊണ്ട് ഇടിക്കേണ്ട അവസ്ഥ വന്നേക്ക്. നിനക്ക് ഒറ്റ ഒരുത്തിക്ക് വേണ്ടി ഒരു ദിവസം മൊത്തം മെനക്കെട്ട് നടന്നിട്ട് അവന്മാരെ മൊത്തം പൊക്കിട്ട് ഇടിക്കേണ്ട വന്നില്ലേ? ഇവിടെ വായിക്കാത്ത ഏത് ലോഡ്ജിനായിരുന്നു പിടിച്ചത്? അത് പറഞ്ഞേ. അയ്യോ എടി ഞാൻ പറയട്ടെ, അപ്പൊ ഇതൊക്കെ ഇപ്പം ഞങ്ങൾ പറഞ്ഞെല്ലാം കള്ളാണോ? വിഷ്ണുവിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു തരാം. സാറിനെയോ സാറായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞോ? സാറായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ലേ? സമ്മതിച്ചു തരത്തില്ല. സാറായിട്ട് ഒരു വിഷ്ണു എറണാകുളം അല്ല കൊല്ലം. കൊല്ലത്ത് എവിടെയുള്ള പേരെന്ന് പറയോ? കരുനാഗപ്പള്ളി. അത് ഞങ്ങൾ ഡീറ്റെയിൽ മൊത്തം എടുത്തടാ. ആ ചെറുക്കാണ്ട് നാളെ പണി അങ്ങോട്ട് ചെല്ലുവാ ഈ പൂറി. അവൻ എന്നെ പറഞ്ഞാലും ഞാൻ ഇവളുടെ ഫോട്ടോയും അവന്റെ ഫോട്ടോയും പിന്നെ ഇതിന്റെ അകത്ത് എന്റെ കിടക്കുന്നതും പിന്നെ മറ്റേ ലോഡ്ജിലെ കാര്യം എല്ലാം കൂടെ വെച്ച് ഞാൻ ഒരു അടിപൊളി വോയിസ് ഇട്ട് 2 ദിവസത്തിനുള്ളിൽ ദേവാന്റിയാനോട് ഞാൻ സംസാരിച്ചു. മറ്റേ ദേവാന്റിയാനല്ല, അവൻ ചേട്ടൻ പറഞ്ഞ അവൾ ഇങ്ങനത്തെവളായിരുന്നു, മറ്റേ മറിച്ച എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എടാ ഡാൻസ് ക്ലാസ്സിലല്ലോ, ഞാൻ പറഞ്ഞില്ലാന്നോ? ഞാൻ മെസ്സേജ് പാവം ചേർന്നാന്ന് പറയാ. ഇപ്പം കണ്ടായിരുന്നു, പറഞ്ഞു നാളെ എല്ലാം റെഡി ആക്കാന്ന് പറഞ്ഞു. എടി നിന്നെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചാരായിരുന്നു? എടി ആരും കടിച്ചു പൊട്ടിച്ചില്ലേ? ഒയ്യോ തോന്നിയായിരിക്കും. എടി പോടി പൂറി. അവിടെ ഞാൻ പറയട്ടെ, ഈ 3 പേരല്ലാതെ അവിടെ വേറെ കൊറേ റിലേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. എന്റെ പൊന്നു, എനിക്ക് വേറെ ആരുമായിട്ട് എടി നിന്റെ കൂട്ടുകാരികൾ തന്നെയാണ്. നീ വലുതായിട്ട് പൊക്കി പിടിക്കുന്ന നിന്റെ കൂട്ടുകാരി തന്നെ ഇതെല്ലാം പറയുന്നത് കേട്ടല്ലോ. ഊമ്പാറെ ഇനി ഊമ്പിക്കുന്ന ഒരു പരിധി ഉണ്ട് പൂരി. നീയായിട്ട് റൂമിൽ എത്ര പിള്ളേർ അടി ഉണ്ടായിട്ടിരുന്നിട്ടുണ്ടടി? എത്ര പേര്?
നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ എത്ര പിള്ളേർ ഇരുന്നിട്ടുണ്ട്. നിന്റെ ഈ സ്വഭാവം കാരണം കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവർ ഇരുന്നത്. ഇത്ര നാള് വെടിക്കീനാണല്ലോ ഈ പെടിപ്പൂറിനെയാണല്ലോ കൊണ്ടു നടന്നെന്ന് ഓർത്തിട്ട് മായൊരു അറപ്പ് തോന്നുന്നു. കാർഗിത് ഉപ്പാൻ